الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്യേണ്ട നിയമങ്ങൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ ചെറിയ രൂപത്തിൽ അർത്ഥം നാം മനസ്സിലാക്കി. കഴിഞ്ഞ ദർസിൽ ഉണ്ടായ ആളുകൾക്ക് പല ആളുകൾക്കും നോട്ട് അയച്ചു തന്നിട്ടുണ്ടല്ലേ? അതെ, അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ സൂറത്തുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മൾ നമസ്കാരത്തിൽ സ്ഥിരമായി പാരായണം ചെയ്യുന്ന അൽ ഖിസാർ അൽ മുഫസ്സൽ, ചെറിയ സൂറത്തുകൾ, നമുക്കെപ്പോഴും ആവശ്യമുണ്ടാകുന്ന സൂറത്തുകൾ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഓരോ സൂറത്ത് കഴിയുമ്പോഴും ആ സൂറത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അത് മറന്നു പോകാൻ പാടില്ല. ഉദാഹരണത്തിന് സൂറത്ത് അൽ ഫാത്തിഹയിൽ സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സിറാത്ത് എന്താണ്? അത് മാർഗം. അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗം. അപ്പോൾ ഒരു സൂറത്ത് ഓതുമ്പോൾ അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാത്തൊരു വാക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ നിരന്തരം ഓതുന്ന സൂറത്തുകളാണ് ഈ ചെറിയ സൂറത്തുകൾ. അത് അതിന്റെ പാരായണം ശരിയാക്കാനും ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിശദീകരണമല്ല, ഈ ഓരോ സൂറത്തിൽ തന്നെ തഫ്സീറാകുമ്പോൾ വിശദീകരിച്ചാൽ തീരാത്ത രൂപത്തിൽ വിശദീകരിക്കാം. മറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി, വാക്കർത്ഥം പഠിക്കാൻ വേണ്ടി ചെറിയ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ സൂറത്തുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം സാധാരണക്കാർ പഠിച്ചിരിക്കേണ്ട ദുറൂസുൽ മുഹിമ്മ എന്നൊരു ചെറിയ റിസാല ഉണ്ട്. അതിൽ ഉൾപ്പെടുത്തിയ ഭാഗമാണ് എന്ത്? ഈ ചെറിയ സൂറത്തുകളുടെ തഫ്സീർ എന്നുള്ളത്. അത് ഓരോ മുസ്ലിമും, കാരണം സുന്നത്ത് നമസ്കാരങ്ങളിൽ പോലെ എപ്പോഴും ആവർത്തിച്ച് നമ്മൾ ചൊല്ലുന്ന സൂറത്തുകളാണ്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് സൂറത്തു ദുഹാ മുതൽ ചെറിയ സൂറത്തുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തു ദുഹാ മുതൽ സൂറത്തു നാസ് വരെ ആയിരിക്കും ബിഇസ്നില്ലാഹ് നമ്മൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സൂറത്തു ദുഹാ നമ്മൾ എന്ത് ചെയ്യും? പാരായണം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കും. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ അടുത്ത സൂറത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. നമുക്ക് ആദ്യം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ബാദ് എന്നുള്ളത് താ വായല്ല, നാവിന്റെ മുമ്പ് ഭാഗത്ത് നിന്നല്ല വരാ. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നാവിന്റെ സൈഡാണ്. നാവിന്റെ സൈഡ് അത് ഒന്നെങ്കിൽ വലതുഭാഗോ അല്ലെങ്കിൽ ഇടതുഭാഗോ ഈ പല്ലിന്റെ ഭാഗത്ത് തട്ടുന്ന രൂപത്തിലാണ്. വദ്ദുഹാ. ചില ആളുകൾ ഓതുമ്പോൾ നാവ് മുമ്പിൽ വരും. അത് നമ്മൾ ഓതുന്നത് ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. ഇവിടെ ലാമിന് ഫത്ഹാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകൾ ഓതുമ്പോൾ വല്ലൈലി ലേ എന്ന രൂപത്തിൽ വരും. മറിച്ച് വല്ലൈലി ഇദാ സജാ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നമ്മൾ ഓതുമ്പോൾ നമുക്കറിയാം, ചില ഇമാമിങ്ങളുടെ പിറകിൽ നിസ്കരിക്കുമ്പോൾ അർത്ഥം അറിഞ്ഞ് ഓതുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും ചില ഇമാമിങ്ങളുടെ പിറകിൽ. കാരണം അവര് നിർത്തുന്ന ഭാഗം, അവര് ഓതാൻ തുടങ്ങുന്ന ഭാഗം, ചില ഭാഗത്ത് ശബ്ദം ഉയർത്തും, ചില ഭാഗം ശബ്ദം താഴ്ത്തിക്കൊണ്ട്. ഈ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഇൽമുൽ വഖഫ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട എവിടെ നിർത്തണം, എവിടെ നിർത്താൻ പാടില്ല എന്നൊരു പഠനമുണ്ട്. ചില സാഹചര്യങ്ങൾ നിർത്തിയാൽ അർത്ഥം പോലും മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോ നമ്മളിപ്പോ ഇവിടെ ഓതുമ്പോൾ മാ വദ്ദഅക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല, വമാ ഖല എന്ന് നമ്മൾ അർത്ഥം പഠിച്ചതിന് ശേഷം നമ്മൾ ഓതുന്നതും അതിന് മുമ്പുള്ള ഓത്തും ഒരുപോലെ ആയിരിക്കില്ല. നമുക്ക് എവിടെയാണ് നിർത്തേണ്ടത്, എവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്, ഒരു സെന്റൻസ് മാറുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യും? അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ ബിഇദ്നില്ലാഹ് മനസ്സിലാകും. മാ വദ്ദഅക റബ്ബുക വമാ ഖല
وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى. സാധിക്കുന്ന ആളുകൾ നോക്കിയിട്ട് തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ ഹിഫ്ള് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പം വല്ല മിസ്റ്റേക്കും വരാൻ സാധ്യതയുണ്ട്. ഹിഫ്ള് ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് പോലും മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ച അക്ഷരമായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാകുക. കുറെ കാലങ്ങൾ നമ്മൾ ഓതിയിട്ട് ആ രൂപത്തിൽ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നോക്കാൻ തന്നെ ശ്രദ്ധിക്കാം. അലം യജിദ്ക യതീമൻ ഫആവാ. ഇവിടെ നോക്കുക, അലം യജിദ്, അലം യജിദ്. അതെ, ദാലിന് സുക്കൂനാണ്. നമ്മൾ പലപ്പോഴും ഓതി അലം യജിദിക ദിക എന്നൊക്കെ ഓതുന്ന ആളുകളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നോക്കി ഓതുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ ഇല്ലാതാകും. അലം യജിദ്ക യതീമൻ ഫആവാ. ووجدك ضالا فهدى. നമ്മൾ ആദ്യത്തെ ദർസിൽ പറഞ്ഞതാണ് മദ്ദിന്റെ വിഷയം. മദ് നിർബന്ധമായി നീട്ടേണ്ട രണ്ട് സാഹചര്യങ്ങളിൽ വരുന്നുണ്ട്. അത് ഒന്നെങ്കിലും ഷദ്ദുള്ള അക്ഷരം വന്നാൽ, അലിഫിനോ വാവിനോ യാനോ ഷദ് അതിനുശേഷം ഈ ഷദ്ദുള്ള അക്ഷരം വന്നാൽ, അല്ലെങ്കിൽ വേറെ ഏതാണ് ആദ്യത്തെ ദർസിൽ പറഞ്ഞിട്ടുണ്ട്, ഹംസ വന്നാൽ, ഹംസയോ അല്ലെങ്കിൽ ഈ ഷദ്ദുള്ള അക്ഷരോ വന്നാൽ അവിടെ എന്ത് ചെയ്യും? നിർബന്ധമായിട്ടും മദ് വെക്കും. ഇപ്പൊ ഇവിടെ കാണാം, കണ്ടില്ല? അവിടെ ആ മദ്, മുത്തസിലായ മദ് നമ്മൾ നിർബന്ധമായിട്ടും 5 or 6 അക്ഷരം വരെ നീട്ടും. കാരണം എന്താണ്? അതിന് ശേഷം ഷദ് വന്നിട്ടുണ്ട്. ഖുർആനിൽ വേറൊരു ഉദാഹരണം ആർക്കെ പറയാൻ പറ്റാ? സൂറത്തുൽ ഫാത്തിഹയില് വലദ്ദാലീൻ അല്ലേ? അതും ഇതേ മദ്ദാണ്. അത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ പഠിക്കുന്ന പോലെയാണ്. കാരണം ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയാൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുമ്പോൾ ഈ നിയമങ്ങൾ കിട്ടും. ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മദ് മുത്തസിലായ കാര്യം വരുന്നത്, നിർബന്ധമായിട്ടുള്ള മദ് വരുന്ന രണ്ട്, ലാസിമായ മദ് വരുന്ന രണ്ട് സാഹചര്യം, അതായത് ഷദ്ദോ അല്ലെങ്കിൽ ഹംസയോ അലിഫിനോ വാവിനോ യാനോ ശേഷം ഷദ്ദോ ഹംസയോ വന്നാൽ ഈ രൂപത്തിൽ മദ് ഉണ്ടാകും. ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ഖുർആൻ ഉടനീളം മുഴുവൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി അടുത്ത് നോക്കാം. നമ്മൾ പറഞ്ഞ് ഷദ്ദോ വേറെന്താണ്? ഹംസ. ഇനി അടുത്ത ആയത്ത് നോക്കാം. وَوَجَدَكَ عَائِلًا فَأَغْنَى. ഇവിടെ നമ്മൾ പഠിച്ച നിയമം വന്നോ? അതെ, വന്നല്ലേ? ആദ്യം ഷദ്ദ്, രണ്ടാമത്തെ ആയത്തിൽ എന്താണ്? ഹംസയും വന്നു. ഓതിക്കോ. وَوَجَدَكَ عَائِلًا فَأَغْنَى. പിന്നെ ഇവിടെ ഗൈന് സുക്കൂനുള്ളപ്പോ അഗ്ന എന്ന് പറയണ്ട, ഫഅഗ്ന. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഓതുന്നതിൽ പാരായണത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊരു ബോധം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പല ആളുകളും ചിലപ്പോൾ 5ാം ക്ലാസ് വരെയുള്ള മദ്രസ, 6ാം ക്ലാസ് വരെയുള്ള മദ്രസയിൽ ഒതുങ്ങി കൂടിയതായിരിക്കും. നമ്മളും പഠിച്ചതിൽ തെറ്റുണ്ട് എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങണം. നമുക്ക് ഉസ്താദുമാരുണ്ട്, പല ആളുകളും പല വിദ്യാർത്ഥികളും ഉണ്ട് നിലവിൽ. അപ്പൊ അവരിൽ നിന്ന്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്, അതുപോലെ പഠിക്കാൻ പല സൗകര്യങ്ങളും ഉണ്ട്. ഈ സൗകര്യങ്ങൾ മുതലെടുത്ത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ നല്ല രൂപത്തിൽ ഓതാൻ ശ്രമിക്കണം. നമുക്കറിയാം, വിശേഷം പറഞ്ഞതുപോലെ ഖുർആൻ നല്ല രൂപത്തിൽ ഓതുന്നത് മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മലക്കുകളുടെ സ്ഥാനാണ് അവന് നല്ല രൂപത്തിൽ ഓതുന്ന ഒരാളുടെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ആയത്ത് നോക്കാം. فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ. അതെ, ഇവിടെ പറഞ്ഞ മദ്ദിന്റെ വിഷയം വന്നല്ലേ? ഇവിടെ നോക്ക്, ഫലാത്തൻ ഇവിടെ മണിച്ചിട്ടില്ല. നൂൻ സാക്കിനു ശേഷം മണിച്ചിട്ടില്ല. എന്തുകൊണ്ട് മണിച്ചിട്ടില്ല? അഹ്സൻ, അയ്യോ. അതെ, നമ്മൾ ആദ്യത്തെ ചർച്ച പഠിച്ചിട്ടുണ്ട് നൂൻ സാക്കിനൊക്കെ ശേഷമുള്ള ചില നിയമങ്ങൾ. ഇവിടെ ഇൽഹാറാണ്, അതുകൊണ്ട് ഇവിടെ മണിക്കേണ്ട ആവശ്യമില്ല. കാരണം തൊണ്ടയിൽ നിന്നുള്ള 6 അക്ഷരങ്ങൾ വന്നാൽ മണിക്കേണ്ട ആവശ്യമില്ല. ബാറകല്ലാഹു ഫീക്കും. അടുത്ത അവസാനത്തെ ആയത്ത്
وأما بنعمة ربك فحدث. അതെ, അറബി ഭാഷയിൽ ഷദ്ദ് വന്നാൽ മണിക്കേണ്ട രണ്ടക്ഷരമാണ്. അറബി ഭാഷയിൽ ഷദ്ദ് വന്നാൽ മണിക്കേണ്ട രണ്ടക്ഷരങ്ങളാണ്. ഒന്ന് മീമ് എന്നത്, അതുപോലെ തന്നെ ഇന്ന നൂനും, മീമും നൂനും. ചില ആളുകൾ ലാമിലൊക്കെ എന്ത് ചെയ്യും, മണിക്കുന്നത് കാണാം. ചില ആളുകൾ ലാമിലൊക്കെ മണിക്കുന്നത് കാണാം. അത് തെറ്റാണ്. ഇനി നമുക്ക് ഈ സൂറത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് സൂറത്ത് ദുഹയിൽ പറയുന്നത്? ഈ സൂറത്ത് നമ്മൾ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചതുപോലെ മക്കിയായ സൂറത്താണ്. എന്താണ് മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാല്? അതെ, മക്കയിൽ അവതരിച്ചത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് മക്കയിൽ അവതരിച്ച് എന്ന് പറയുന്നതാണ് കൂടുതൽ സൂക്ഷ്മത, അല്ലെങ്കിൽ അതെ, ഹിജറക്ക് മുമ്പ് അവതരിച്ചത്, ഹിജറക്ക് മുമ്പ് അവതരിച്ചതാണ്. അതെ, നമ്മൾ മലയാളത്തിലൊക്കെ മക്കയിൽ അവതരിച്ചത് എന്നാണ് കേട്ടു പഠിച്ചതൊക്കെ. എന്നാൽ കുറച്ചും കൂടി സൂക്ഷ്മത എന്താണ്? ഹിജറക്ക് മുമ്പ് അവതരിച്ചതാണ്. കാരണം നമുക്കറിയാം, ഹിജറക്ക് ശേഷം മക്ക ഫത്ഹിൽ ചില സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് മക്കിയാണോ? അല്ല, മദനിയാണ്. അത് മദനിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഒക്കെ മക്കയിൽ അവതരിച്ചത്, അതൊക്കെ എന്താണ്? മദനിയായ സൂറത്താണ്. ഓക്കെ, മദനിയായ സൂറത്താണ്. അപ്പോൾ ഹിജറക്ക് മുമ്പ് അവതരിച്ചതാണ് മക്കിയായിട്ടുള്ള സൂറത്ത്. ഇനി ഈ സൂറത്തും അടുത്ത സൂറത്തും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ, അതുപോലെ തന്നെ സൂറത്തുൽ ശർഹ്. ഇതിനെല്ലാം നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൂറത്തും ഇൻഷാ അല്ലാഹ് പഠിക്കും. എന്താണ് സൂറത്തുൽ ദുഹയിൽ പറയുന്നത്? അത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസ് നോക്കാം. നബിയുടെ വിഷയത്തിൽ ജുൻദുബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാൽ, ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്തഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചു. ആ സമയത്ത് ഫലം യഖും ലൈലത്തൈനി ഔ സലാസ, രണ്ടോ മൂന്നോ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. ഫജാഅത് ഇംറഅത്തുൻ ഫഖാലത്, ഈ സമയത്ത് അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ വന്നിട്ട് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പറയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇന്നി ല അർജു അൻ യകൂന ശൈത്താനുക ഖദ് തറകക, നിന്റെ പിശാച് നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്, നിന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ലം അറഹു ഖർബക മുൻദു ലൈലത്തൈനി ഔ സലാസ, രണ്ടോ മൂന്നോ ദിവസമായിട്ട് നിന്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല. അതെ, 2-3 ദിവസമായിട്ട് വഹി ഇറങ്ങിയിട്ടില്ല. ഈ സമയത്ത് പ്രയാസപ്പെടുത്താൻ വേണ്ടി ആര് വരെയാണ്? ഉമ്മു ജമീൽ, അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് ഇറക്കി കൊടുക്കുന്നത്. അപ്പോ സമാധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് കൊണ്ട് ലഭിക്കുന്നത്. എന്താണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വദ്ദുഹ വല്ലൈലി ഇദാ സജ, ദുഹ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, ശാന്തമായ രാത്രി തന്നെയാണ് സത്യം. നമുക്കറിയാം, അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യുന്നതിന് വിധി എന്താണ്? പാടുണ്ടോ? ഇല്ല. വിശ്വാസം പറയുകയാണ്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യുക എന്നത് പാടില്ല. അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അവൻ ചെറിയ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വാസം പറയുകയാണ്. അപ്പോൾ അള്ളാഹു ഇവിടെ എന്താണ്? ഇവിടെ അള്ളാഹു സത്യം ചെയ്യുകയാണ്. അള്ളാഹുവിന് അവൻ ഉദ്ദേശിച്ച പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാവുന്നതാണ്. എന്നാൽ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ചില ആളുകൾ കാണാം, ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, ഖുർആനാണ് സത്യം എന്നൊക്കെ പറയുന്ന ആളുകൾ. എന്നാൽ അത് ശരിയല്ല. മറിച്ച് എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോ എന്താണ് ദുഹ എന്ന് പറഞ്ഞാൽ? ദുഹ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണുള്ളത്. ഒന്നെങ്കിൽ രാവിലെ സമയം, രാവിലെ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ പകൽ തന്നെയാണ് സത്യം. ഖുർആനിൽ ദുഹ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടില് ഒരർത്ഥമായിരിക്കും. ഒന്നെങ്കിൽ രാവിലെ, അതായത് സുബഹിന് ശേഷമുള്ള സമയം, അല്ലെങ്കിൽ പകൽ മുഴുവനും. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഖുർആനിൽ ചില ആയത്തുകള് വൈകുന്നേരത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നത്, ഇല്ല അശിയതൻ ഔ ദുഹാഹ, അങ്ങനെ വന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുക അതെന്താണ്? അത് രാവിലെയാണ്. ഇനി രാത്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നതാണെങ്കിലോ അവിടെ ഉദ്ദേശം എന്തായിരിക്കും? അവിടെ പകൽ മുഴുവനായിരിക്കും. ഇവിടെ എന്താണ് വന്നത്? ഇവിടെ രാത്രിയും രാവിലെയും എന്നൊരർത്ഥത്തിലാണ് വന്നത്. ആദ്യം പകലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ രാത്രിയെ കുറിച്ച് പറയുകയാണ്. ആദ്യം പകലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ രാത്രിയെ കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം, ഈ ദുഹാ സമയം, രാവിലെ സമയം എന്നുള്ളത് അങ്ങേയറ്റം ബറക്കത്തുള്ള സമയമാണ്. ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തൊരു ദുആ പോലുമുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഉമ്മത്തിനാ ഫീ ബുകൂരിഹ, അല്ലാഹുവേ ഈ ഉമ്മത്തിന്റെ രാവിലെ എന്ത് ചെയ്യാം, അതിൽ ബറക്കത്ത് നൽകണമേ എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതായി കാണാം. നമുക്കറിയാം,
എല്ലാവരും മഈശത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി വ്യാപൃതമാകുന്ന സമയം കൂടിയാണെന്ത് ഈ ദുഹ എന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ഈ ദുഹ സമയം എന്നുള്ളത് ഓരോ ആളുകൾക്കും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ ഒരു സമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് രാത്രി സമയം എന്നുള്ളത്. വല്ലൈൽ, ലൈൽ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി. ഇദാ സജാ, രാത്രി ശാന്തമായാൽ. നമുക്ക് ഈ പറയുന്ന വാക്കുകൾ, ചില വാക്കുകൾ നമുക്ക് അറിയണ്ടാവില്ല. ഇപ്പൊ ലൈൽ എന്ന് പറഞ്ഞ രാത്രിയാണ് പല ആളുകൾക്കും അറിയാം, കാരണം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ സജ പോലുള്ള വാക്കുകൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഈ വാക്കുകൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, ഹിഫ്ളാക്കണം, അത് മനപ്പാടാക്കണം വേണം. എന്താണ് ഈ നമുക്കറിയാം, കടലൊക്കെ ഒന്ന് ശാന്തമായാൽ അറബിയിൽ പറയും അൽ ബഹ്റു സാജി. എന്താണ്? സാജിയായ, അതായത് ശാന്തമായ കടൽ. ആ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. വല്ലൈലി ഇദാ സജ, രാത്രി അത് ശാന്തമായാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്താൽ അത് ബാക്കിയുള്ള കാര്യം, അതിനുശേഷം പറയാൻ പോകുന്ന കാര്യം അതുമായി ബന്ധമുണ്ടാവും. വെറുതെ പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൽ ചില മുഫസ്സിരീങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, രാത്രിക്ക് ശേഷം പകല് വരുന്നത് ഉറപ്പാണ്. അതേപോലെ താങ്കൾക്ക് വഹി നിലച്ചിട്ടുണ്ട്, അതിനുശേഷം വഹി ഇറങ്ങുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? സത്യം ചെയ്യുകയാണ്. നമുക്കറിയാം ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഉമ്മു ജമീൽ വന്ന് പ്രയാസപ്പെടുത്തിയതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഹ കൊണ്ടും ലൈൽ കൊണ്ടും സത്യം ചെയ്തു പറയുകയാണ്. കാരണം എന്താണ്? രാത്രിക്ക് ശേഷം പകൽ വരുന്നത് പോലെ ഈ വഹി നിലച്ചതിന് ശേഷം താങ്കൾക്ക് വഹി ലഭിക്കുന്നതാണ് എന്നൊരു കാര്യം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതുപോലെ മറ്റു ചില തഫ്സീറുകൾ കാണാം, രാത്രിയിലും പകലിലും എല്ലായ്പ്പോഴും താങ്കൾക്ക് സമാധാനവും സഹായവും ഉണ്ടാകും, ഒരിക്കലും താങ്കൾക്ക് പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥയില്ല എന്ന് പറയുകയാണ്. അപ്പോ ഇവിടെ ആദ്യം സത്യം ചെയ്തത് രാത്രി കൊണ്ടാണ്, അതുപോലെ പകൽ കൊണ്ടാണ്, രാത്രി കൊണ്ടാണ്. എന്നിട്ട് എന്താണ് സത്യം ചെയ്യാനുള്ള കാരണം? നമുക്കറിയാം, ഓരോ സത്യം ചെയ്തതിനും ഉത്തരം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും, ജവാബുൽ ഖസം എന്ന് പറയും. സത്യം ചെയ്തത് ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും. എന്തിനാണ് സത്യം ചെയ്തത് അല്ലേ? നമ്മളിപ്പം പറയാണ് അള്ളാഹു തന്നെ സത്യം, ഞാനത് ചെയ്തിട്ടില്ല. അതെ, അള്ളാഹു തന്നെ സത്യം എന്നതിന് പറയാൻ കാരണം എന്താണ്? ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് എന്താണ് പറയുന്നത്? അതാണ് അടുത്തത് പറയുന്നത്, മാ വദ്ദഅക റബ്ബുക്, നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ നിന്നോടൊരു കോപം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം. ഇത് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് അറിയാത്ത വാക്കാണ്, നമ്മൾ മനസ്സിലാക്കണം. സാധിക്കുന്ന ആളുകൾ എഴുതി വെക്കാം. കാരണം നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ദുഹ എന്നത്. അപ്പോൾ ആദ്യം ദുഹ കൊണ്ട് സത്യം ചെയ്തു, വല്ലൈലി ഇദാ സജ, രാത്രി ശാന്തമായ രാത്രിയെ കൊണ്ട് സത്യം ചെയ്തു. എന്തിനു വേണ്ടിയാണ് സത്യം ചെയ്തത്? അതെ, റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല, നിന്നോട് ദേഷ്യമോ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം പറയുകയാണ്. ഇവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാ വദ്ദഅക റബ്ബുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വദ്ദഅ എന്ന് പറഞ്ഞാല് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളധികം ഉപയോഗിച്ച വാക്കായിരിക്കും വദ്ദഅ. യാത്ര അയക്കുന്നതിനൊക്കെ വദ്ദഅ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക അല്ലെ? നമ്മൾ യാത്ര അയക്കുന്ന പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? അസ്തൗദിഉല്ലാഹ അല്ലെ? ഇസ്തൗദഅ എന്ന് പറഞ്ഞാല് യാത്ര അയക്കുകയാണ്. അതാണ് വദ്ദഅ, ഇസ്തൗദഅ എന്നൊരു വാക്ക്, അതുമായിട്ട് ബന്ധമുണ്ട്. എന്നാൽ ഖല എന്ന വാക്ക് എന്താണ് അതിന്റെ അർത്ഥം? ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ കോപിക്കുക എന്നതാണ് അർത്ഥം. മാ വദ്ദഅക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖല, നിന്നോട് കോപമോ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഖുർആൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ വാക്കിലും എന്തുണ്ട്? ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നോക്കുക, ആദ്യം മാ വദ്ദഅക, നിന്നെ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നിലേക്ക് ചേർത്തി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തി പറഞ്ഞു. അതെ, ഒഴിവാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള വാക്ക് എന്താണ്? എല്ലാവരുടെ വിഷയത്തിലും ഉപയോഗിക്കും. എന്നാൽ അവസാനം പറഞ്ഞു വമാ ഖല, നിന്നോട് വെറുപ്പും ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പക്ഷേ ഇവിടെ വമാ ഖലാക എന്ന് പറഞ്ഞിട്ടില്ല, അത് നബിയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. കാരണം വെറുപ്പ് എന്നുള്ളത് ആ ഒരു വാക്ക് ചേർത്തി പറയൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട എന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോൾ വെറുപ്പ് ആ ഒരു ചേർത്തിപ്പറയിൽ പോലും, ആ ഒരു വാക്കിൽ പോലും എന്തില്ല? നബിയിലേക്ക് ചേർത്തിട്ടില്ല എന്നൊരു കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാകാം. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എന്നിട്ട് പറയുകയാണ് വലൽ ആഖിറ. അതിനു മുമ്പ് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ എന്നുള്ളത് അതിന്റെ തഫ്സീർ നമ്മൾ പഠിക്കൽ എത്രത്തോളം നിർബന്ധമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കാരണം ഈ ഒരു വാക്കിലൂടെ, ഈ ഒരു ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ മുഴുവനും അറിയിക്കുന്നുണ്ട് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ മുഴുവനും എടുത്തു നോക്കിയാൽ അള്ളാഹു നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകും. അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ ചുരുക്കി പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ തഫ്സീർ പഠിക്കുക എന്നുള്ളത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം അറിവുകൾ, ഇൽമുകൾ ഓരോ ആയത്തിനും ഓരോ വാക്കിലും ഉള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് വമാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അതുപോലെ തന്നെ വമാ ഖലാ. എന്താ അർത്ഥം? നിന്നോട് കോപമുണ്ടാവുകയോ വെറുപ്പുണ്ടാവുകയോ അതും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്ത ആയത്ത് നോക്കാം. വലൽ ആഖിറ. എന്നാൽ അത് മാത്രമല്ല, വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ആഖിറത്ത് ദുനിയാവിനേക്കാളും, പരലോകം എന്നുള്ളത് ദുനിയാവിനേക്കാളും ഖൈറുൽ ലക നിനക്ക് നല്ലതാണ്, മിനൽ ഊല ഈ ദുനിയാവിനേക്കാളും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പരലോകം ദുനിയാവിനേക്കാളും ഖൈറാണ് എന്നൊരർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്കറിയാം ദുനിയാവിന്റെ വില ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നബി പറയുകയാണ്, പരലോകത്ത് സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കേണ്ടത് അതുപോലും ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ അല്ലേ. നബി പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, റക്അഅത അൽ ഫജ്ർ, 2 റക്അത്ത് സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, അതെന്താണ്? ഖൈറുൽ ലക മിനദ് ദുനിയ, ദുനിയാവും വമാ ഫീഹ ദുനിയാവും അതിനുള്ളതിനേക്കാളും ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പോൾ പരലോകം എന്നുള്ളത്, പരലോക ജീവിതം എന്നുള്ളത് അത് ഖൈറാണ് ദുനിയാവിനേക്കാളും. അതുകൊണ്ട് നബിയെ താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല, ഈ പറയുന്ന ആളുകൾ പറഞ്ഞോട്ടെ, എന്ത് വേണം പറഞ്ഞോട്ടെ, താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ വേറൊരു അർത്ഥം കൂടി മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അർത്ഥം എന്താണ് പറഞ്ഞത്? അതായത് ദീനുൽ ഇസ്ലാമിന്റെ അവസാന കാലഘട്ടം ആദ്യത്തെ കാലഘട്ടത്തെക്കാളും നല്ല കാലഘട്ടമായിരിക്കും. അതായത് നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ പ്രയാസങ്ങളുണ്ട്, മക്കയിൽ വെച്ച് വളരെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പ്രയാസങ്ങളൊക്കെ. അതിൽ നബിയോട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്, അതെ അവസാന കാലഘട്ടത്തിയാൽ താങ്കൾക്ക് നല്ല സൗകര്യവും താങ്കൾക്ക് നല്ല സമാധാനം ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ സൂറത്തു ദുഹയും സൂറത്തു ശർഹും എന്താണ്? അത് റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സമാധാനിപ്പിക്കലാണ് ഈ സൂറത്തിലുള്ളത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, വലസൗഫ യുഅതീക റബ്ബുക, വലസൗഫ യുഅതീക റബ്ബുക. അപ്പോൾ ഇതുവരെയുള്ള അർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം. പിന്നെ പറയാണ് വലസൗഫ, നബിയെ താങ്കൾക്ക് നൽകും, യുഅതീക അത് താങ്കൾക്ക് വഴിയെ നൽകുന്നതാണ്, റബ്ബുക നിന്റെ റബ്ബ്, ഫതർദ അപ്പോൾ താങ്കൾ അത് തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് മുഫസ്സിരിങ്ങൾ പറഞ്ഞതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള തഫ്സീറിൽ കാണാം, ഹുവ ശഫാഅത്തു ഫീ ഉമ്മത്തിഹി ഹത്താ യർദ, തന്റെ ഉമ്മത്തിന്റെ വിഷയത്തിലുള്ള ശഫാഅത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നതാണ് ഈ ആയത്തിലെ സൂചന എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് ശഫാഅത്താണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നതായി കാണാം. അപ്പോൾ ആദ്യം നബിയെ താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, അതുപോലെ തന്നെ താങ്കളോട് വെറുപ്പുണ്ടായിട്ടില്ല, പരലോകമാണ് ഇഹലോകത്തെക്കാളും നല്ലതെന്നും അതിനുശേഷം താങ്കൾ തൃപ്തിപ്പെടുന്ന കാര്യം താങ്കൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതായി കാണാം. അതാണ് വലസൗഫ. സൗഫ എന്ന് പറഞ്ഞാൽ എന്താ? സൗഫ എന്ന് പറഞ്ഞാൽ വഴിയെ, പിന്നീട്, അതെ പിന്നീട് എന്നുള്ള അർത്ഥം അല്ലെ. കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയും അല്ലെ, വഴിയെ പിന്നീട് അറിയും. അതാണ് യുഅതീക എന്ന് പറഞ്ഞാല് നൽകും. ആര് നൽകും? റബ്ബുക നിന്റെ റബ്ബ്. നമ്മൾ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാകും, എന്താണ് എന്തുകൊണ്ട് റബ്ബുക എന്ന് പറഞ്ഞു. ഫതർദ അപ്പോൾ താങ്കൾ അത് തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തിങ്ങനെ പറയാണ്.
അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി എടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയാണ് അലം യജിദ്ക യതീമൻ ഫആവ. ഈ ആയത്ത്, ഇതിനു മുമ്പുള്ള ആയത്ത് വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല എന്ന ആയത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉർബ അലയ്യ മാ ഫുതിഹ ലി ഉമ്മത്തി ബഅദി ഫസറനി. അതായത് എന്റെ ഉമ്മത്തിന് പിന്നീട് വരാനുള്ള ഓരോ വിജയങ്ങളും അതൊക്കെ എനിക്ക് കാണിക്കപ്പെട്ടു, അപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാര് പറയുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാണ് വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ദുനിയാവിനേക്കാളും ഖൈർ എന്താണ്? ആഖിറമാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്കറിയാം ദുനിയാവിലെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ എന്താണ്? അത് പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ്. അതുപോലെ തന്നെ ദുനിയാവിൽ ഒരു ഇബാദത്ത് ചെയ്യുക എന്നതാണ് പരലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് എന്നൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പോൾ ഈ ആയത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം നൽകുന്നതാണ്. ദുനിയാവിലുള്ള ഒരു പ്രയാസത്തിനും താങ്കൾ സങ്കടപ്പെടേണ്ട, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും ഓരോ വിജയവും അതിന്റെ പ്രതിഫലവും ഒക്കെ നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്ത ആയത്തിൽ ഈ പറഞ്ഞതുപോലെ ഓരോ അനുഗ്രഹങ്ങൾ എടുത്ത് പറയുകയാണ്. അലം യജിദ്ക, നബിയെ താങ്കൾ ആയിരുന്നില്ല. അലം യജിദ്ക ശരിക്കും വാക്കർത്ഥം പറയുകയാണെങ്കിൽ താങ്കളെ കണ്ടെത്തിയില്ലേ എന്നാണ് പറയുക. യതീമൻ, ഏതവസ്ഥയിലായിരുന്നു താങ്കളായത്? താങ്കൾ ഒരു യതീമായിരുന്നു. അതെ, ലാ ഉമ്മലക് വല അബ്, അതെ ഉപ്പയുമില്ല ഉമ്മയുമില്ല, അങ്ങനെ ഒരു പ്രയാസഘട്ടത്തിലായിരുന്നു താങ്കൾ ഉണ്ടായത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ട് പിന്നീട് 6 വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശരിയായൊരു യൂത്മ, അതായത് ശരിയായൊരു യതീം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനൊരു അവസ്ഥയിൽ താങ്കൾക്ക് ഫആവ, താങ്കൾക്ക് അഭയ സ്ഥാനം നൽകിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്കറിയാം യതീമിനെ സംബന്ധിച്ചിടത്തോളം യതീമിന് ചിലപ്പോൾ ധാരാളം സമ്പത്ത് ഉണ്ടാവും, ധാരാളം സമ്പത്ത് ചിലപ്പോൾ ഉപ്പയൊക്കെ വിട്ടുപോയതായിരിക്കും. പക്ഷേ യതീമിന് സമ്പത്തിനേക്കാളും കൂടുതൽ ആവശ്യം എന്താണ്? മഅവയാണ്. അവനക്കൊരു സാങ്കേതിക കേന്ദ്രമാണ്, അതായത് അവനക്കൊരു സമാധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് യതീമിന് വേണ്ടത്. പല കാര്യങ്ങളും കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല, പക്ഷെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ആ വാത്സല്യം അത് അവന് നഷ്ടമായിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ആർക്ക് നൽകിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമായിട്ട് പോലും, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ആരാണ് നോക്കിയത്? അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് പോറ്റി. ആരാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ? മക്കയുടെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും വലിയ സദസ്സുകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ ഇരുത്തുമായിരുന്നു. അങ്ങനെ നല്ല രൂപത്തിൽ അബ്ദുൽ മുത്തലിബ് നോക്കി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അബൂ താലിബും നോക്കുകയുണ്ടായി. അങ്ങനെ ഈ പല രൂപത്തിലും നബിയെ താങ്കൾക്ക് നല്ല സമാധാനം ഉണ്ടായില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അലം യജിദ്ക യതീമൻ, നബിയെ താങ്കൾ ഒരു യതീമായിരുന്നില്ലേ? ഫആവ, എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്കൊരു സമാധാനം അടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൗകര്യമാക്കി തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വവജദക, അതുപോലെ തന്നെ കണ്ടെത്തി. മറ്റൊരു അവസ്ഥയും കൂടി പറയുകയാണ്. ബാലൻ, ബാലായ അവസ്ഥയിൽ. എന്താണ് ഈ ബാൽ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ബലാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും വഴികേട്, വഴികേട് എന്നർത്ഥം പറയും. എന്നാൽ മറ്റൊരു അർത്ഥം കൂടിയും വഴി അറിയാത്തൊരാൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ പറയില്ല ലാ തദ്രി മൽ ഈമാൻ ലാ തദ്രി മൽ കിതാബ് വൽ ഈമാൻ, ഈമാൻ ഏത് കിതാബ് ഏത് എന്നൊരു സാഹചര്യം അറിയാത്തൊരു സമയം ഉണ്ടായില്ലേ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. അപ്പോൾ ഏതാണ് സന്മാർഗം എന്നറിയാത്തൊരവസ്ഥ നബിയെ താങ്കൾക്ക് ഉണ്ടായിട്ടില്ലേ? ഫഹദ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയും ചെയ്തു, സന്മാർഗം കാണിച്ചു നൽകുകയും ചെയ്തു. ഖുർആൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബല്ല എന്ന വാക്ക്, ഇപ്പോൾ വഴി തെറ്റിപ്പോയ ഇതിനൊക്കെ എന്ത് പറയും? ബല്ല എന്ന വാക്ക് ഉപയോഗിക്കും. വഴി തെറ്റിപ്പോക അതിനൊക്കെ എന്ത് ചെയ്യും? ബല്ല എന്ന വാക്ക് ഉപയോഗിക്കും. നമുക്കറിയാം ഒരു മുഹദ്ദിസിൽ ഒരു അറിയപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ലഖബ്, വിശേഷിക്കപ്പെട്ട പേരെന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അബ്ദാൽ, വഴി, ശരിക്കും കേൾക്കുന്ന ഒരാൾ വിചാരിക്കും വഴി പേച്ച ആളെന്ന്, പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം മക്കയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോയി, അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടു അബ്ദാൽ, വഴി പേച്ച, വഴി തെറ്റിയ ആൾ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഭാഷാപരമായി തന്നെ ദല്ല എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോവുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇവിടെ എന്താണ് നബിയുടെ വിഷയത്തിൽ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നതാണ് ഈ ആയത്തിന്റെ വിവക്ഷ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഏതാണ് സന്മാർഗം എന്നറിയാത്ത ഒരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി, ഹിദായത്തിന്റെ വെളിച്ചം നൽകി എന്ന് പറയുകയാണ്. അത് നമുക്കറിയാം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മക്കൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, കുറെ വർഷത്തിന് ശേഷവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുപോയി, അവിടുന്ന് പോയി. എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയുടെ ഓർമ്മ ഇങ്ങനെ വീണ്ടും പുതുക്കി പറയാണ്, അതെ എനിക്ക് യൂസുഫ് നബിയുടെ മണം ലഭിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പയോട് പറയുകയാണ്, തല്ലാഹി ഇന്നക ലഫീ ദലാലിക്കൽ ഖദീം, താങ്കൾ പഴയ ബലാലത്തിൽ തന്നെയാണ് എന്ന് മക്കൾ പറയുകയാണ്. അത് ഇവിടെ ബലാലത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു തെറ്റിയ മാർഗം, അതായത് ശരിയല്ലാത്തത്, ഖത എന്നൊരു അർത്ഥമാണ്. അപ്പോൾ ബല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയും ചെയ്തില്ലേ എന്നത് പറയുകയാണ്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വവജദക, അതുപോലെ തന്നെ നബിയെ താങ്കളെ കണ്ടെത്തിയില്ലേ എങ്ങനെ? ആയിലൻ, ആയിൽ എന്ന് പറഞ്ഞാൽ ഫഖീറൻ, ഫഖീറായ അവസ്ഥയിൽ. നബിക്ക് ഒരു സാമ്പത്തികമായിട്ടും പ്രയാസമുള്ള സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅഗ്ന, ഗിന നൽകിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സൗഭാഗ്യം, അതെ ധന്യത നൽകിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നത്. ആദ്യം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവടത്തിന്റെ ആ രൂപത്തിലും, അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുകയും ആ ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നത ഉണ്ടായി. മറ്റു ചില മുഫസ്സിരിങ്ങൾ പറയുകയാണ്, സമ്പന്നത എന്നത് വെറും സമ്പത്ത് കൊണ്ട് മാത്രമല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസൽ ഗിന ബികസ്റത്തിൽ അറദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, അതെ ധാരാളം സമ്പത്ത് കയ്യിലുണ്ടാകുക എന്നതല്ല സമ്പന്നതയുടെ ഒരു അടിസ്ഥാനം, മറിച്ച് എന്താണ്? ഉള്ള കാര്യത്തിൽ തൃപ്തിപ്പെടുക. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയില്ലേ എന്ന് അല്ലാഹു പറയുകയാണ്. നമ്മൾ സീറ വായിച്ചു നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസമുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പായൽ കടന്ന് ശരീരത്തിൽ കുറെ അടയാളങ്ങളും കലയും ഉണ്ടായപ്പോൾ സഹാബത്ത് ചോദിക്കേണ്ടേ, നബിയെ താങ്കൾക്ക് നല്ലൊരു മെത്തയിൽ കടന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാലി വലിദ്ദുനിയ, എനിക്കും എന്റെ ഈ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? ഞാനൊരു യാത്രക്കാരനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായ ആളുകൾക്ക് സദഖ കൊടുത്തു, ധാരാളം, ഏകദേശം 200ഓളം അല്ല അത്രയും സമ്പത്ത്, ഒട്ടകങ്ങളൊക്കെ സദഖ ചെയ്ത ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലെന്താണ്? ഗിനയുണ്ട്, അതെ ധാരാളം സമ്പത്തിലല്ല, മറിച്ച് മനസ്സിലുള്ള കാര്യത്തിൽ സംതൃപ്തി, അതാണ് വളരെ പ്രാധാന്യം എന്നൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് സമ്പത്തൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ എന്താണ് മനസ്സിൽ പ്രയാസമായിരിക്കും, എന്താണ് ഭാവി ആലോചിച്ചുകൊണ്ട്. എന്നാൽ തീരെ കയ്യിൽ സമ്പത്തൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടാവും? മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. അത് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ്, ഒരു വലിയ സൗഭാഗ്യമാണ്. ഈ ഒരു കാര്യം ലഭിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ റിള, അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന ഹിദായത്ത്, അതുപോലെ തന്നെ ഗിന, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എടുത്ത് നൽകുകയാണ്. അത് എടുത്ത് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആദ്യം യതീമായ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സംരക്ഷിച്ചു. പിന്നീട് വഴി അറിയാത്ത സാഹചര്യത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദായത്ത് നൽകി. അതുപോലെ തന്നെ ഫഖീറായ സാഹചര്യത്തിൽ, ഫഖീറായ സാമ്പത്തികമായ പ്രയാസവും ഒക്കെ ഉണ്ടായപ്പോൾ ഗിന നൽകി എന്നൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ 3 കാര്യം എടുത്തു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തോട് ശുക്ർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്താണ്, ഏത് രൂപത്തിലാണ് നബിയോട് ശുക്ർ ചെയ്യാൻ പറയുന്നത്? ആദ്യത്തെ ആയത്ത് എന്താണ്? ഫഅമ്മൽ യതീമ, എന്നാൽ യതീമിനോട് ഫലാ തഖ്ഹർ, മോശമായി പെരുമാറരുത്. അതെ, യതീമിനോട് മോശമായി പെരുമാറരുത് എന്ന് പറയുകയാണ്. അവരുടെ യതീമിന് സമ്പത്ത് അപഹരിക്കുന്ന ഒരവസ്ഥ. കാരണം ഈ ഒരു യുദ്ധം എന്നുള്ള യതീമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറബികളുടെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ
യതീമിന്റെ സമ്പത്ത് അപഹരിക്കുക എന്നുള്ളത് സാധാരണയാണ്. അവരുടെ വിഷയത്തിൽ യതീമിനെ കൊള്ളയാടുക എന്നുള്ളത് അവർക്ക് അങ്ങേറ്റം അവരിൽ പ്രചരിച്ച ഒരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു കാര്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും എടുത്തു പറയുകയാണ്, ഫഅമ്മൽ യതീമ, എന്നാൽ യതീമിനോട് ഫലാ തഖ്ഹർ, അവരുടെ സമ്പത്ത് അപഹരിക്കരുത്. അതുപോലുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ലാ തഖ്ഹർ യതീം ഫഖദ് കുൻത യതീമ ലാ തഖ്ഹർഹു അലാ മാലിഹി ഫതദ്ഹബ് ബിഹഖ്ഖിഹി ലിദഅഫി. അതെ, യതീമിന് തന്റെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല, ഈ ഒരു കാരണത്താൽ യതീമിന്റെ സമ്പത്ത് അപഹരിക്കാൻ നീ നിൽക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്ത ആയത്തിൽ എന്താണ് പറയുന്നത്? വഅമ്മസ്സായിൽ, എന്നാൽ ചോദിച്ച് വരുന്ന ആളെയും ഫലാ തൻഹർ, നീ ആട്ടി അകറ്റരുത് എന്ന് പറയുകയാണ്. അതെ, ചോദിച്ചു വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുനിയാവിൽ സമ്പത്ത് ചോദിച്ചു വരുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ദീനിന്റെ വിഷയത്തിൽ ഇൽമ് ചോദിച്ചു വരുന്ന ആളുകളുണ്ടാവും. ഈ പറഞ്ഞ ആളുകളെ ഒന്നും തന്നെ എന്ത് ചെയ്യരുത്? ഫലാ തൻഹർ, അവരെ ആട്ടി അകറ്റരുത്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു, നമുക്കറിയാം യതീം എന്നുള്ളത് അല്ലാഹു ഖുർആനിലൂടെ യതീമിന്റെ അവസ്ഥ പറയുകയാണ്. ഒരു മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വല്യഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ദിആഫൻ. അതെ, മക്കളുള്ള ആളുകളെ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ പേടിക്കുക, നിങ്ങളുടെ മക്കളും ഈ ഒരു സാഹചര്യത്തിലാവുകയും ഖാഫു അലൈഹിം ഫല്യത്തഖുല്ലാഹ വല്യഖൂലു ഖൗലൻ സദീദ. അതെ, നിങ്ങളും മരണപ്പെട്ട് നിങ്ങളുടെ മക്കളും ഈ ഒരു അവസ്ഥയിലാകുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കുക, അവരെ നല്ല രൂപത്തിൽ നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. നമുക്കറിയാം യതീമിനെ നോക്കുന്നത് വിശേഷം പറയുകയാണ്, അന വകാഫിൽ യതീമി ഫിൽ ജന്നതി കഹാതൈൻ, ഞാനും അതുപോലെ തന്നെ യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഈ രൂപത്തിലാണ്, രണ്ട് വിരലുകൾ ഒന്നിച്ചു വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാം. ഇതാണ് യതീമിന്റെ വിഷയത്തിലും ചോദ്യം ചോദിച്ചു വരുന്ന വിഷയത്തിലും അവരെയും എന്ത് ചെയ്യരുത്? ആട്ടി അകറ്റരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ചോദിച്ചു വരുന്ന ആളുടെ വിഷയത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പാക്കി തരട്ടെ, ഈ പറഞ്ഞ കാര്യത്തിന് അല്ലാഹു തുറവി നൽകട്ടെ എന്ന് പറഞ്ഞിട്ടെങ്കിലും അവസാനിപ്പിക്കുക. ചില ആളുകൾ മോശമായ രൂപത്തിൽ സംസാരിച്ച് വിടുന്നതായി കാണാം. അങ്ങനെ ചെയ്യാതെ നല്ല രൂപത്തിൽ സംസാരം കൊണ്ടെങ്കിലും ചെയ്യണമെന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഓരോ ആയത്തിലും എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. യതീമിനോടുള്ള വിഷയം, ചോദിച്ചു വരുന്ന ആളുടെ വിഷയം അവസാനം ഒന്നും കൂടി പറയുകയാണ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, എന്നാൽ നീ എന്ത് ചെയ്യുക? ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ നിഅമത്ത് അനുഗ്രഹം എന്ത് ചെയ്യുക? ഫഹദ്ദിസ്, അത് പറയുക, അത് എടുത്തു പറയുക. എങ്ങനെയാണ് എടുത്തു പറയേണ്ടത്? മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചതായി കാണാം. ശുക്ർ ചെയ്തുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം നല്ല വസ്ത്രം നൽകിയാൽ അത് വസ്ത്രം ധരിച്ചുകൊണ്ടും അതിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടും നീ എടുത്തു പറയുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, നമുക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട്, നമുക്ക് നന്നായി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നല്ല ആളുകളോട് ഈ അനുഗ്രഹങ്ങൾ എടുത്തു പറയാം. അതും എന്താണ്? ഈ ആയത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരോടും പറയും. അതെന്ത് ചെയ്യരുത്? നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജ് ബിൽ കിത്മാൻ ഫഇന്ന ലികുല്ലി നിഅമത്തിൻ മഹ്സൂദ്. നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? അത് മറച്ചു വെക്കുക. ചില ആളുകൾ ചില കച്ചവടം തുടങ്ങും, അതെല്ലാ ആളുകളും പറഞ്ഞു നടക്കുന്നതായി കാണാം. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ അതിനു മുമ്പ് എന്ത് ചെയ്യുക? നിങ്ങൾ അത് മറച്ചു വെക്കുക. കാരണം എന്താണ്? ഫഇന്ന ലികുല്ലി നിഅമത്തിൻ മഹ്സൂദ്. കാരണം എല്ലാ അനുഗ്രഹത്തിനും എന്തുണ്ട്? ഹസദ് ഉണ്ടാവും, അസൂയ ഉണ്ടാവും. ചിലപ്പോൾ ആ അസൂയ കാരണത്താൽ ആ ഒരു അനുഗ്രഹം ലഭിക്കാതെ പോയേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള ആളുകൾ, നമുക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് തോന്നുന്ന ആളുകളോട് മാത്രം നമ്മുടെ എല്ലാ വിഷയങ്ങളും തുറന്നു പറയുക. ഈ അനുഗ്രഹങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ എടുത്തു പറയുക. അപ്പോൾ ഇതാണ് ഈ സൂറത്തിന്റെ അർത്ഥം ചുരുക്കി പറയുകയാണെങ്കിൽ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ സബബുൻ നുസൂൽ മനസ്സിലാക്കി നമുക്ക് കൂടുതൽ വ്യക്തമാകും. നമ്മൾ പറഞ്ഞതുപോലെ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞ ഒരു കാര്യം നബി അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കി. എന്നിട്ട് പറയുകയാണ്, ദുഹാ തന്നെ സത്യം, രാത്രി തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജ, സജ എന്ന് പറഞ്ഞാൽ ശാന്തമാവുക, ഇദാ സകന, മാ വദ്ദഅക റബ്ബുക, എന്താണ് അർത്ഥം? നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല, വമാ ഖല, നിന്നോട് അതെ ദേഷ്യം പിടിച്ചിട്ടുമില്ല,
വലൽ ആഖിറത്തു പരലോകമാണ് ഖൈറുൽ ലക മിനൽ ഊല ദുനിയാവിനേക്കാളും ഖൈർ വലസൗഫ യുഅതീക റബ്ബുക നബിക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങളും പറയുകയാണ്. എന്താണ്? വലസൗഫ യുഅതീക റബ്ബുക നബിയെ താങ്കൾക്ക് റബ്ബ് നൽകുന്നതാണ്. മുഫസ്സിരിങ്ങൾ പല കാര്യങ്ങൾ വിശദീകരിച്ച് കാണാം. കൗസർ ആയിരിക്കും ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന അൽ കൗസറാണ്, അതുപോലെ തന്നെ ഷഫാഅത്താണ് എന്നൊക്കെ മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചതായി കാണാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുഗ്രഹം ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നബിയെ താങ്കൾക്ക് സമാധാനവും ഈ പ്രതിസന്ധികളിലൊക്കെ നബിയെ താങ്കൾക്ക് സഹായം വന്നില്ലേ, എന്നിട്ട് താങ്കൾ എന്തിനാണ് സങ്കടപ്പെടേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ഒഴിവാക്കിയിട്ടില്ല. വവജദക അലം യജിദക യതീമൻ യതീമായിക്കൊണ്ടും ളാല്ലൻ വഴിയറിയാത്ത അവസ്ഥയിലും ആയിലൻ ഫഖീറായ അവസ്ഥയിലും ഈ മൂന്ന് സാഹചര്യങ്ങളൊക്കെ താങ്കൾക്ക് കടന്നുപോയില്ലേ, അതിലൊക്കെ തുറവിയുണ്ടാവുകയും ചെയ്തില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഫഅമ്മൽ യതീം എന്നിട്ട് ശുക്ർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അവസാന ഭാഗം എന്താണ്? ശുക്ർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഫഅമ്മൽ യതീമ യതീമിനോട് മോശമായി പെരുമാറുകയോ അതുപോലെ തന്നെ വമസ്സായില ഫലാ തൻഹർ ചോദിച്ചു വരുന്ന ആളുകളോട് ആട്ടി അകറ്റുകയോ ചെയ്യരുത്. എന്നാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് നിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ചൊരിഞ്ഞ അനുഗ്രഹം നീ അത് എടുത്തു പറയുക. അത് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നീ അത് നിർവഹിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇതാണ് സൂറത്ത് ദുഹയുടെ അർത്ഥം ചെറിയ രൂപത്തിൽ. നമുക്കറിയാം ഈ സൂറത്തുകൾ എന്താണ്, നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്താണ്. ഇതിൽ ഇനിയും സംശയമുള്ള വാക്കുകൾ നമ്മൾ നോക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ തഫ്സീറുകൾ ഉണ്ടാകും. ഇതിന്റെ അറിയാത്ത വാക്ക് നമ്മൾ എഴുതി വെച്ച് പഠിക്കുക. കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സൂറത്താണ് സൂറത്തു ദുഹ പോലുള്ളത്. സൂറത്തു ദുഹ മുതൽ ചെറിയ സൂറത്തുകളൊക്കെ എപ്പോഴും ആവശ്യമുള്ള സൂറത്താണ്. അപ്പോ ഇതാണ് സൂറത്തു ദുഹ. ഇതും അടുത്ത സൂറത്തു ശർഹും എന്താണ്, ഒരു ബന്ധമുള്ള സൂറത്താണ്. ഇതും അടുത്ത സൂറത്തു ശർഹും എന്താണ്, ബന്ധമുള്ള സൂറത്താണ്. നമുക്ക് സൂറത്തു ശർഹിന്റെ പാരായണത്തിലേക്ക് കിടക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ തഫ്സീർ മാക്സിമം ഇൻഷാ അല്ലാഹ് ഇത് തീർക്കണം എന്നുണ്ട്. അതും ചെറിയ രൂപത്തിൽ ഈ വാക്കർത്തെങ്കിലും ഇൻഷാ അല്ലാഹ് പോകുന്നതിന് മുമ്പ് തീർക്കണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉപകാരം ഉണ്ടാകും വിചാരിക്കാണ് ബിഇദ്നില്ലാഹ്. അടുത്ത സൂറത്താണ് സൂറത്തു ശർഹ്. സൂറത്തു ശർഹ് നമുക്ക് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്തിആദ പറയാതിരുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, എന്തുകൊണ്ട് പറഞ്ഞില്ല? അഹ്സൻ. അതെ ഇസ്തിആദ എന്താണ്, ഒരു സൂറത്ത് അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. എന്നാൽ ബസ്മല എന്താണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തിനാണ്? രണ്ട് സൂറത്ത് തമ്മിൽ ഒരു സൂറത്തിന്റെ തുടക്കത്തിലും അല്ലെങ്കിൽ രണ്ട് സൂറത്ത് തമ്മിൽ വേർതിരിയുമ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അലം നശ്റഹ് ലക സദ്റക അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക. ഇതിൽ പലതിലും വരുന്നൊരു നിയമമാണ് അൽ ഖൽഖല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചില അക്ഷരങ്ങളിൽ നമ്മൾ സുക്കൂന് കൊടുക്കുമ്പോൾ കുറച്ച് ഖനത്തിൽ കൊടുക്കും. അപ്പൊ നമ്മൾ പറയണം വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, കണ്ടില്ലേ? അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല ഓതുക, മറിച്ച് അഹദ് അങ്ങനെയാണ് ഓതുക. 5 അക്ഷരങ്ങൾ, ഖുതുബ് ജദ് എന്നുള്ള അക്ഷരങ്ങൾ. എന്നാൽ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അലം നശ്റഹ് നശ്റഹ് എന്നല്ല, നശ്റഹ് ലക സദ്റക, അവിടെയാണ് ദാലിനാണ് സുക്കൂൻ വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഖൽഖല കൊടുക്കും. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക. ഇവിടെ വാവ് രണ്ടും വേറെ വാവാണ്. ഒന്ന് വാവ് ആൻഡ് എന്നുള്ള, അതും കൂടി എന്ന ഒരു അർത്ഥത്തിന് അറിയിക്കുന്ന വാവാണ്, ആപ്റ്റിന്റെ വാവ് എന്ന് പറയും. മറിച്ച് എന്താണ്, വവദഅന എന്നാണ്, വവദഅന എന്നാണ്. വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക അല്ലദീ അൻഖദ ളഹ്റക.
ورفعنا لك ذكرك ورفعنا لك ذكرك. ഈ കാഫിന് സുക്കൂൻ കൊടുക്കുമ്പോൾ അല്ലെ കാഫ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ കാഫിന് ഒരു ചെറിയൊരു കാറ്റ് വരുന്നുണ്ട്. അക് ذكرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. നിങ്ങൾ സൂറത്തുൽ ദുഹ ഓതി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓതുമ്പോൾ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ വാക്കിന് എനിക്ക് അർത്ഥം അറിയില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും. ഇനി ഈ സൂറത്തും കഴിഞ്ഞ സൂറത്തും തമ്മിൽ ബന്ധമുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സഅൽതു റബ്ബി മസ്അലതൻ, ഞാൻ റബ്ബിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഒരു ദുആ ചെയ്തു. വവജദ്തു അന്നി ലം അകുൻ സഅൽതു, എന്നിട്ട് നബി പറയുകയാണ്, ഈ ദുആ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഖുൽതു, കാരണം എന്താണ്? അദ്ദേഹം എന്താണ് ദുആ ചെയ്തത്? നബി പറഞ്ഞു, യാ റബ്ബ് ഇന്നക ആതൈത സുലൈമാന ഇബ്ന ദാവൂദ മുൽക്കൻ അദീമ. അല്ലാഹ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വമ്പിച്ച മുൽക്ക് നൽകിയിട്ടുണ്ട്, രാജാധിപത്യം നൽകിയിട്ടുണ്ട്. വആതൈത ഫുലാനൻ കദ, അതെ മൂസാ നബിക്ക് ഇങ്ങനെ നൽകിയിട്ടുണ്ട്, ഇന്നേ നബിക്ക് ഇങ്ങനെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അപ്പോൾ എനിക്കും എന്തെങ്കിലും നൽകണം എന്ന് പറഞ്ഞപ്പോൾ ദുനിയാവിലെ സൗകര്യം ആണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, അലം അജിദുക യതീമൻ ഫആവൈതുക, മുഹമ്മദേ താങ്കൾ ഒരു യതീമായിരുന്നില്ലേ, എന്നിട്ട് താങ്കൾക്കൊരു സംരക്ഷണം നൽകുകയും ചെയ്തില്ലേ? ഖുൽതു ബല, അതെ നൽകി. ഐ റബ്ബ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അലം അജിദുക ളാല്ലൻ ഫഹദൈതുക, താങ്കൾക്ക് ഈമാൻ ഏത് കിതാബ് ഏത് എന്നൊരു വഴി അറിയാത്തൊരു സമയം ഉണ്ടായില്ലേ? ഫഹദൈതുക, എന്നിട്ട് താങ്കൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബല, അതെ. ഖാല അലം അജിദ്ക ആയിലൻ, താങ്കൾ ഒരു ഫഖീറായ അവസ്ഥയും താങ്കൾക്ക് വന്നില്ലേ? ഫഅഗ്നൈതുക, താങ്കളെ നാം ഗിനയിലാക്കുകയും ചെയ്തില്ലേ, സമ്പത്ത് താങ്കൾക്ക് ധന്യത നൽകുകയും ചെയ്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, വസാദ ഗൈറഹു അൻ ഹമ്മാദ്, എന്നിട്ട് ചില റിവായത്തുകളിൽ പറയുകയാണ്, അലം അശ്റഹ് ലക സദ്റക്, താങ്കൾക്ക് ഹൃദയവിശാലതയും നൽകിയില്ലേ? വവദഅതു അൻക വിസ്റക്, താങ്കളുടെ പാപഭാരം ഇല്ലാതാക്കുകയും ചെയ്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇതൊരു ഹദീസിൽ വന്നതാണ്. ഈ രണ്ട് ഹദീസും തമ്മിലുള്ള ബന്ധം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകും. ഈ രണ്ട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ. ആദ്യം സൂറത്ത് ദുഹാലും ഒക്കെ ആണെങ്കിൽ ഉസൂലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നൽകുന്നത്, അല്ലെ? യതീമായ അവസ്ഥയിൽ സംരക്ഷണം നൽകുക അടിസ്ഥാനപരമാണ്. എന്നാൽ ഈ സൂറത്തിൽ കുറച്ച് മുക്കമ്മിലാത്താണ്, പരിപൂർണമാക്കാനുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ആദ്യത്തെ ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം നശ്റഹ്, നബിയെ താങ്കൾക്ക് വിശാലത നൽകിയില്ലേ. ഈ അലം എന്ന് പറഞ്ഞാൽ നൽകിയില്ലേ എന്നൊരർത്ഥം. അലം തറ, താങ്കൾ കണ്ടില്ലേ എന്നൊരർത്ഥം. ഈ ലം എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നതാണ്. അതിനു മുമ്പ് ഹംസ വന്നാൽ ചോദ്യത്തിന്റെ ഹംസയാണ്. അപ്പോൾ തന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം. അപ്പോ അലം നസ്റഹ്, നബിയെ താങ്കളുടെ ലക സദ്റക്, താങ്കളുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്താണ് ഹൃദയ വിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൃദയ വിശാലത എന്ന് പറഞ്ഞ രണ്ടർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഹിസ്സി ആയിട്ടുള്ള, നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഹൃദയ വിശാലത ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് മാനവിയായിട്ട്, അർത്ഥപരമായിട്ടുള്ള, എന്താണ് കാണുന്ന രൂപത്തിലുള്ള? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ശഖ്ഖ് സദ്ർ നടന്നിട്ടുണ്ട്, ഹൃദയം പിളർത്തിയിട്ടുണ്ട്, അല്ലെ? മലക്ക് വന്നിട്ട് ഹൃദയം പിളർത്തുന്ന, ഒന്ന് ചെറിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരിക്കെ കളിച്ചുകൊണ്ടിരിക്കെ. അതുപോലെ തന്നെ മിഅറാജിന്റെ രാത്രിയിലും ഇത് നടന്നിട്ടുണ്ട്. ചില റിവായത്തുകളിൽ 4 പ്രാവശ്യം എന്നൊക്കെ കാണാം. എന്നാൽ സഹീഹ് ബുഖാരി മുസ്ലിമിലും സ്ഥിരപ്പെട്ടു വന്നത് എന്താണ്? 2 തവണയാണ്. അത് മിഅറാജിന്റെ രാത്രിയിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സാഹചര്യത്തിലുമാണ് ഉണ്ടായത്. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിന് വേണ്ടി ഒരു വിശാലത നൽകി. ഇതൊരു വലിയൊരു വിശാലതയാണ്. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞതുപോലെ അഅ്ദമുൽ കറാമ
ഏറ്റവും വലിയ കറാമത്താണ് എന്ത്? അസ്സബാത്ത് വൽ ഇസ്തിഖാമ, ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള വിശാലത എന്ന് പറഞ്ഞു. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ടുള്ള നിഅമത്തായിക്കൊണ്ട് എടുത്തു പറയുകയാണ്. അല്ലേ? പല ആളുകളും പല ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, അതെ എന്നയാൾക്ക് അത് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീനിലേക്കും സലഫിയത്തിലേക്കും മനസ്സിലാക്കാൻ ലഭിച്ച ഒരാൾക്ക്, തൗഫീഖ് ലഭിച്ച ഒരാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അതാണ് വലിയൊരു നിഅമത്ത് എന്നൊരു കാര്യം അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം നമസ്കരിക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് താങ്കൾ ഇങ്ങനെ നമസ്കരിക്കുന്നത്? താങ്കളുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ എന്താണ് അവിടുന്ന് പറയുന്നത്? അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് അല്ലാഹു സുബ്ഹാനഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയുന്നതായി കാണാം. അപ്പോൾ അത്രയും ഇബാദത്തുകളിൽ മുഴുകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സദഖ, ധാരാളമായി ഉള്ള സമ്പത്ത് ധാരാളമായി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇബാദത്തുകൾ അങ്ങേയറ്റം മുന്നേറുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് വിചാരിച്ചാൽ അവൻ ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയം വിശാലമായി കൊടുക്കും. വമൻ യുരിദ് അൻ യുദില്ലഹു, ഒരാളെ വഴിപിഴപ്പിക്കാൻ വിചാരിച്ചാൽ യശ്റഹ് സദ്റഹു ദയ്യിഖൻ ഹറജ, ഒരു പ്രയാസത്തിലാക്കും അവന്റെ ഹൃദയം. കഅന്നമാ യസ്അദു ഫിസ് സമാ, അവൻ ആകാശത്ത് കയറിപ്പോകുന്നത് പോലെ. എന്താണ് ആകാശത്ത് കയറിപ്പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കൂല ആകാശത്ത് കയറിപ്പോകാൻ. അത്രയും പ്രയാസത്തിലായിരിക്കും അവന്റെ ജീവിതം. അള്ളാഹു അവന് ദലാലത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും അവസ്ഥയായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശാലത ആർക്ക് നൽകിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. അത് വലിയ നിഅമത്താണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആദ്യം തന്നെ പറയുകയാണ്, അലം നശ്റഹ് ലക സദ്റക്. ഈ ഹൃദയ വിശാലത എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ദുആ ചെയ്ത പ്രാർത്ഥന എന്താണ്? അതായത് ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, റബ്ബേ എന്റെ ഹൃദയം എനിക്ക് വിശാലമാക്കി തരണേ എന്ന് നബിയുല്ലാഹ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഹൃദയ വിശാലത ലഭിക്കുക എന്നുള്ളത്, അത് നമുക്ക് ഏവർക്കും വേണ്ട ഒരു കാര്യമാണ്. അല്ലെ? പല ആളുകൾക്കും അറിയാം രാത്രി നമസ്കാരത്തിന്റെ ഫضل അറിയാം, ഓരോ ദിവസവും ഖുർആൻ ഇത്ര പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഫضل അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചിട്ടില്ല. അതാണ് കാര്യം. അപ്പോൾ അതിലേക്കുള്ള ഹൃദയ വിശാലത നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി എന്ന കാര്യം നാം അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അതും ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ പുറമേയുള്ള അനുഗ്രഹങ്ങൾ മാത്രമല്ല, മറിച്ച് മാനസികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഹൃദയ വിശാലത നൽകുക എന്നുള്ളത്. അപ്പോൾ ആദ്യം പറയുകയാണ് റബ്ബി അലം നശ്റഹ് ലക സദ്റക്. രണ്ടാമത്തെ ആയത്തിൽ കാണാം വവദഅന അൻക വിസ്റക്, നബിയെ താങ്കളുടെ വിസ്ർ, പാപഭാരം ഇല്ലാതാക്കി തന്നില്ലേ. വദഅ എന്ന ഹത്ത, ഇല്ലാതാക്കി, മായ്ച്ചു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്താണ് ഈ പാപഭാരം? നമുക്കറിയാം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദബ്ബിക വമാ തഅഖർ. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തു നൽകിയിട്ടുണ്ട്. അപ്പോ സൂറത്ത് ശറഹാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആദ്യമായി അലം നശ്റഹ് ലക സദ്റക്, രണ്ടാമത്തെ ആയത്തിൽ വവദഅന അൻക വിസ്റക്, നബിയെ താങ്കളുടെ പാപഭാരം നാം ഇല്ലാതാക്കി തന്നു. അല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദബ്ബിക വമാ തഅഖർ. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും നാം പുറത്തു മാപ്പാക്കി തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലദീ അൻഖദ ദഹറക്, അല്ലദീ യാതൊരു കാര്യം, അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യം. ഇതിൽ പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. വദഅന എന്ന് പറഞ്ഞാൽ, വദഅ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി എന്നൊരർത്ഥം. വദഅ ഇല്ലാതാക്കി എന്നർത്ഥമാണ്. അല്ലെ? ഒരു ഹദീസിലുണ്ട് വുദിഅൻ ഉമ്മത്തി, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ കാണാം റുഫിഅൻ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം വുദിഅൻ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ഇല്ലാതാക്കിയിട്ടുണ്ട് അൽ ഖത വൻ നിസ്യാൻ വമസ്തുക്രിഹു അലൈഹി,
മറവി കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധമായി ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ തെറ്റുകൊണ്ട് ചെയ്തതോ ഈ 3 കാര്യം കൊണ്ട് ചെയ്താൽ അതിന് കുറ്റമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ വദഅ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി, വിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? പാപഭാരം അല്ലേ? അള്ളാഹു സുബ്ഹാനഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞല്ലേ, വലാ തസിറു വാസിറത്തുൻ വിസ്ര ഉഖ്റ, ആരും തന്നെ മറ്റാളുടെ പാപം വഹിക്കൂല, ആ പാപഭാരം വഹിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് അറിയാത്ത വാക്കുകൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. അല്ലദീ അൻഖദ ദഹറക, അതെ മുതുകിന് അങ്ങേറ്റം ഭാരം ആക്കിയതായ ആ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി. അല്ലേ, പാപങ്ങൾ ചെയ്യാന്നുള്ളത് പ്രയാസമാണ്. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുതുകിൽ വെക്കപ്പെട്ട ഒരു ഭാരം പോലെയാണ്. ഒരു ഹദീസിൽ കാണാം, ഒരാൾ റുകൂഇലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സമയമാണ് റുകൂയിൽ നിൽക്കുന്നത്, അത്രയും സമയം നമ്മുടെ പാപഭാരം നമ്മുടെ റുകൂയിൽ വെക്കപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം ഒരാൾ സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്ന് ഒരു ഹദീസിൽ കാണാം. അപ്പോൾ പാപം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരമാണ്. ആ ഭാരത്തെ ഇല്ലാതാക്കി തന്നില്ലേ നബിയെ താങ്കൾക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, നബിക്ക് സമാധാനം ഉണ്ടാകുന്നത്, നബിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ സൂറത്തിലൊക്കെ പറയുന്നത്. നമ്മൾ മുമ്പ് പാരായണം ചെയ്ത സൂറത്ത് ശർഹാകാൻ പാടില്ല. ഇനി മുതൽ പാരായണം ചെയ്യുമ്പോൾ അതിനർത്ഥം നമ്മുടെ മനസ്സിൽ വരണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അടുത്ത ആയത്ത് എന്താണ്? വറഫഅനാ ലക ദിക്റക, നബിയെ താങ്കളുടെ ദിക്ർ, കീർത്തി, അത് നമ്മൾ വാഴ്ത്തിയില്ലേ, അത് ഉയർത്തിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ അത് ഉയർത്തി എന്ന് പറയുന്നത് കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ തഫ്സീറുൽ ബഗവിയിൽ കാണാം, അല്ലാഹു പറയുകയാണ്, ഇദാ ദുകിർതു ദുകിർത മഈ, അതെ ഞാൻ എന്നെ കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ താങ്കളെ കുറിച്ചും പരാമർശിക്കപ്പെടും. എങ്ങനെയാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എല്ലാ ബാങ്കുകളിലും എന്താണ് നമ്മൾ പറയുന്നതാണ്, എന്താണ്? ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതും പറയാണ്. അല്ലേ, അതെന്താണ്? ഒരാൾക്ക് ദീൻ ഇസ്ലാം പ്രവേശിക്കണമെങ്കിൽ ഈ ഒരു കാര്യം തന്നെ ഇത് അടിസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഒരു പദവിയെ അറിയിക്കാൻ വേണ്ടി. ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി ഉയർത്തുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ഇതൊക്കെ എന്താണ്? ഏറ്റവും നല്ല കുടുംബത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അപ്പൊ ഇതൊക്കെ കാരണമാണ്. ഈ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ 3 കാര്യങ്ങളെ എടുത്തുകൊണ്ട് പറയുകയാണ്, ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധമുണ്ട്. ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധമുണ്ട്. എന്താണ്? പാപങ്ങളില്ലാതായാൽ നമ്മുടെ ഹൃദയ വിശാലതയും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ നമ്മുടെ പ്രകൃതി, ആളുകൾക്കിടയിൽ നമ്മളെ കുറിച്ചുള്ള നല്ല സംസാരവും ഉണ്ടാകുന്നതാണ്. പാപങ്ങളില്ലാതായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൃദയം വിശാലമാക്കി തരും, നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കി തരും. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ നല്ല സംസാരം ഉണ്ടാകുന്നതാണ് എന്നൊരു കാര്യം ഈ ആയത്തിനെ വിശദീകരിക്കവേ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ആളുകൾക്കിടയിൽ നല്ല സംസാരം ഉണ്ടാകുക എന്നാൽ നല്ല കാര്യമാണ്, അല്ലേ? അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, വജഅൽ ലി ലിസാന സദ്ഖിൻ ഫിൽ ആഖിരീൻ. അത് മറ്റുള്ള ആളുകൾക്കിടയിൽ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ആളുകൾക്ക് വേണ്ടി ഇബാദത്ത് അമലുകൾ ചെയ്യാനല്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താൽ ആളുകൾ നല്ലൊരു കാര്യം നമ്മെ കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ ആളുകൾ നല്ലത് നമ്മെ കുറിച്ച് വിചാരിക്കുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്ത് പറയുകയാണ്. പിന്നെ പറയുകയാണ്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ, ഞെരുക്കത്തിന്റെ കൂടെ യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം, തുറവി, യുസ്ർ യസീർ എളുപ്പം, പ്രയാസത്തിന്റെ കൂടെ എളുപ്പം ഉണ്ടാകുന്നതാണ്. അടുത്ത ആയത്തിലും അതേപോലെ തന്നെ പറയണം, ഇന്ന മഅൽ ഉസ്രി യുസ്ര, അതെ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകുന്നതാണ്. ഇവിടെ അറബി കുറച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് മനസ്സിലാകും, അൽ ഉസ്ർ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, അൽ ഉസ്ർ പ്രയാസം. അത് അറബിയിൽ മാരിഫ എന്ന് പറയും. മാരിഫ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരാളാണ്. ഇപ്പൊ ഞാൻ പറയാണ് അർറജുൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രത്യേകമായ എന്റെ മനസ്സിലൊരാളുണ്ട്.
ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ പറഞ്ഞു ഫഅസാ ഫിർഔനു റസൂല, ഫിർഔൻ അർ-റസൂലിനെ ധിക്കരിച്ചു. അർ-റസൂൽ അലിഫ് ലാം വെച്ച് പറഞ്ഞു. അവിടെ ആരാണ് അർ-റസൂൽ എന്ന് പറഞ്ഞ റസൂൽ ആരാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അറിയപ്പെട്ടു. ഇനി അലിഫ് ലാം ഇല്ലാതെ പറഞ്ഞാൽ അവിടെ ഈ പറയപ്പെട്ട എല്ലാവരും ഉദ്ദേശിക്കപ്പെടാം. ഞാൻ പറയണ ജാഅ റജുലുൻ, പുരുഷൻ വന്നു എന്ന് പറഞ്ഞാൽ ഈ വന്നത് മുഹമ്മദ് ആകാം, അഹ്മദ് ആകാം, ഹാമിദ് ആകാം, ആരുമാകാം. എന്നാൽ അർ-റജുൽ എന്ന് പറഞ്ഞാൽ അലിഫ് ലാം വെച്ച് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉദ്ദേശിക്കപ്പെടുള്ളൂ. അത് നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം പറയപ്പെട്ട ഒരാളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ഈ ആയത്തിൽ എടുത്ത് നോക്കാം, ഉസ്ർ പ്രയാസത്തിന്റെ കൂടെ അലിഫ്ലാം വെച്ച് പറഞ്ഞു. പ്രയാസത്തിന്റെ കൂടെ അലിഫ്ലാം വെച്ച് പറഞ്ഞു. അടുത്ത ആയത്തിലും അതേപോലെ തന്നെ പറയുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കാനൽ ഉസ്റു ഫീ ജുഹ്രിൻ, പ്രയാസം ഒരു മാളത്തിലാണെങ്കിൽ പോലും ലതലബഹുൽ യുസ്ർ, അതിനെ തേടിക്കൊണ്ട് എളുപ്പം വരിക തന്നെ ചെയ്യും. ഹത്താ യദ്ഖുൽ, അത് പ്രവേശിക്കുന്നത് വരെ. അതെ, ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും എളുപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും. എന്നിട്ട് പറയാണ്, ഇന്നഹു ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ, ഒരിക്കലും രണ്ട് പ്രയാസം ഒരിക്കലും ഒരു പ്രയാസം രണ്ട് പ്രയാസത്തെ അതികടക്കുകയില്ല. അതായത് നമുക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എളുപ്പം അതിന് തൊട്ട് പിറകെ തന്നെ ഉണ്ടാകുന്നതാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, കാരണം പ്രയാസം ഉണ്ടായാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ എളുപ്പം ഉണ്ടാകുന്നതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. അപ്പോൾ എന്താണ്? കാരണം ഇവിടെ പറഞ്ഞത് ഉസ്ർ എന്നുള്ളത് ഒരു പ്രയാസമാണ്, യുസ്ർ എന്നുള്ള ധാരാളം എളുപ്പമാണ്. അത് ധാരാളം വഴികളുണ്ടാവും. ചിലപ്പോൾ ഒരു പ്രയാസം വന്നിട്ട് ഈമാനുള്ള ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ഒരു പ്രയാസം കണ്ടാൽ തന്നെ വിഷമവും അങ്ങേയറ്റം മനസ്സിൽ ദുഃഖമുണ്ടായി, മറിച്ച് ഒരു തുറവിയെ കുറിച്ച് ബോധം പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കലാം പഠിച്ച ഒരാൾക്ക് ആ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം സത്യമാണെന്ന് അവൻക്കറിയാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഏതൊരു പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട് എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. ഈ ഒരു ബോധം അവന്റെ മനസ്സിലുണ്ടാകും, അങ്ങനെ അവൻ സമാധാനം അടയും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിന് കൂടെ എളുപ്പങ്ങൾ ഉണ്ടാകും. ഇന്ന മഅൽ ഉസ്രി, പ്രയാസത്തിന് കൂടെ എളുപ്പങ്ങൾ ഉണ്ടാകും. യുസ്റ ധാരാളം. ഇത് പറയാണ്, ഫഇദാ ഫറഗ്ത, നീ ഒരു അമലിൽ നിന്ന് വിരമിച്ചാൽ, ഫറഗ്ത എന്ന് പറഞ്ഞാൽ ഫറാഗായി. ഫറാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവ് സമയത്തിന് ഫറാഗ് എന്ന് പറയാം. ഫറാഗ് ഹലൻ ഫാരിഖ് ചോദിക്കും അറബിയിൽ, നീ ഫാരിഖാണോ? ഫാരിഖ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണോ എന്ന് ചോദിക്കും. ഫറഗ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയ സ്ഥലത്തിനൊക്കെ ഫറാഗ് എന്ന് പറയും. ഫറാഗ് ഇതാണ്. ഫഇദാ ഫറഗ്ത, നീ ഒരു അമലിൽ നിന്ന് ഫറാഗായാൽ, വിരമിച്ചാൽ, ഫൻസബ്, നീ എന്ത് ചെയ്യുക? വ്യാപൃതമാവുക, ഇലാ അമലിൻ ആഖിർ, മറ്റൊരു അമലിലേക്ക്. അതെ, ചെയ്തു കഴിഞ്ഞ ഒരു ദുനിയാവിന്റെ അമലാണെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്യുക? ഇബാദത്തുകൾ മുന്നേറുക. എന്നാൽ ഇബാദത്ത് കഴിഞ്ഞാൽ അവിടെ വെറുതെ വീട്ടിലിരിക്കാനല്ല, മറിച്ച് അടുത്ത അമലിലേക്ക്. നമുക്കറിയാം, നമസ്കാരം, നമ്മൾ നിസ്കരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് റുകൂഉ ചെയ്ത് ഇബാദത്തൊക്കെ ചെയ്തതിനു ശേഷം കഴിഞ്ഞോ? ഇല്ല, നിസ്കാരം കഴിഞ്ഞ പാടന്നെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതെ, ഒരു അമൽ കഴിയുമ്പോൾ വീണ്ടും അടുത്ത അമലിലേക്ക് പോവുകയാണ്. ഏതൊരു അമലും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. റമദാൻ മാസം ഇബാദത്ത് കഴിഞ്ഞോ? ഇല്ല, പെരുന്നാളിന് ശേഷം വീണ്ടും എന്താണ്? 6 നോമ്പുകൾ വരെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇബാദത്തിന്റെ കാര്യം. ഫൈദാ ഫറഗ്ത മിൻ അമലിൻ ബിഇത്മാമി, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അമലിലേക്ക് നീ വ്യാപൃതമാവുക. അതിപ്പോ ദുനിയാവിന്റെ അമലാകട്ടെ, സലഫുകളൊക്കെ പണ്ഡിതന്മാരൊക്കെ വെറുത്തൊരു കാര്യമാണ് ദുനിയാവും ആഖിറത്തും. അങ്ങനെ ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ടൊരു കാര്യമാണ്. കാരണം അവന്റെ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാച് ആ സമയത്തിൽ അവനെ കളിപ്പിക്കും. അപ്പോൾ ഈ ഒരു കാര്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതിനൊക്കെ ശുക്രായിക്കൊണ്ട് പറയുകയാണ്, ഫഇദാ ഫറഗ്ത, താങ്കൾ വിരമിച്ചു കഴിഞ്ഞാൽ, ഒരു അമലിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, ഫൻസബ്, മറ്റുള്ള അമലിലേക്ക് മുന്നേറുക. വ ഇലാ റബ്ബിക, അവസാനത്തെ ആയത്തിൽ എന്താണ്? വ ഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് മാത്രം നീ പ്രതീക്ഷ അർപ്പിക്കുക. നിന്റെ റബ്ബിലേക്ക് മാത്രം നീ പ്രതീക്ഷ അർപ്പിക്കുക. ഇത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞതുപോലെ ഇവിടെ മാത്രം എന്നുള്ള അർത്ഥം നമുക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നൊരർത്ഥം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദർസൊക്കെ, കഴിഞ്ഞ നോട്ടുകളൊക്കെ നമ്മൾ മുറാജ ചെയ്യുന്നത് നല്ലതാവും. അപ്പോ എന്തുകൊണ്ട് ഇവിടെ മാത്രം എന്നുള്ള അർത്ഥം ലഭിച്ചു? നമ്മൾ പറഞ്ഞ അറബി ഭാഷയിൽ ചില കാര്യങ്ങൾ മുന്നിട്ട് വന്നാൽ, ചില കാര്യങ്ങൾ പിന്നിട്ട് വന്നാൽ അർത്ഥവ്യത്യാസം ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ഹസറിന്റെ അർത്ഥം ലഭിക്കുക, മാത്രം എന്നുള്ള അർത്ഥം ലഭിക്കുക എന്നത്. ഇവിടെ നമുക്ക് വ ഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് മാത്രം നീ പ്രതീക്ഷ അർപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
പറയുന്നതായി കാണാം. അപ്പോൾ ഇതാണ് സൂറത്തു ഷർഹ്. ഒന്നുകൂടിയും അർത്ഥം പറയാം. അലം നശ്റഹ് ലക സദ്റക്, നബിയെ താങ്കൾക്ക് ഹൃദയം വിശാലമാക്കി തന്നില്ലേ? വവദഅന അൻക വിസ്റക്, താങ്കളുടെ പാപഭാരം ഇല്ലാതാക്കി തന്നില്ലേ? അല്ലദീ അൻഖദ ദഹറക്, താങ്കളുടെ മുതുകിനെ ഞെരുക്കിച്ചു കളഞ്ഞ, പ്രയാസത്തിലാക്കി കളഞ്ഞ അങ്ങനെയുള്ള പാപങ്ങളെ ഇല്ലാതാക്കി തന്നില്ലേ? വറഫഅന, താങ്കൾക്ക് ഉയർത്തി നൽകിയില്ലേ നാം? എന്താണ്? ലക ദിക്റക്, താങ്കളുടെ കീർത്തിയെ, താങ്കളെ കുറിച്ച് ആളുകൾക്കിടയിൽ നല്ല സംസാരം, ആളുകളൊക്കെ നല്ല സംസാരം സംസാരിക്കുകയാണ് അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ മോശമായി സംസാരിച്ചാൽ ഈ ഉമ്മത്താകെ ഇളകും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ആളാണ് വാലറ്റവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു സാഹചര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ അതിന് മറുപടി നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു ഫദ്ലാണ് ഈ ഒരു കാര്യം എന്ന് മനസ്സിലാക്കുക. അടുത്ത 2 ആയത്തുകൾ പറയുകയാണ്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പം ഉണ്ടാകുന്നതാണ്. ഫഇദാ ഫറഗ്ത, എന്നാൽ ഇബാദത്തുകളിൽ നിന്നോ അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിരമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫൻസബ്, മുന്നിട്ട് കൊള്ളുക, ഇലാ അമലിൻ ആഖിർ, മറ്റുള്ള അമലുകളിലേക്ക്, വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് മാത്രം ഈ ഫർഗ, പ്രതീക്ഷ അർപ്പിക്കുക. അപ്പോൾ സൂറത്തു ദുഹാ, സൂറത്തു ഷർഹ്, ഈ 2 സൂറത്തിന്റെ അർത്ഥം ചെറിയ രൂപത്തിൽ വാക്കർത്ഥമാണ്, വലിയ വിശദീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കി. ഇത് മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വീണ്ടും പോയി ചെറിയ തഫ്സീറുകൾ, മലയാളത്തിലുള്ള മുയസ്സറായ തഫ്സീർ, അതുപോലെ തന്നെ അമാനി മൗലവിന്റെ തഫ്സീർ, ഇതുപോലുള്ള വാക്കർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോക്കി പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ദർസ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലാകെ ഒരു 30-40% മാത്രമേ ഉണ്ടാവും. നമ്മൾ മുഴുവനും ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ബാക്കി എങ്ങനെ നമുക്ക് ലഭിക്കാം? ബാക്കി നമ്മൾ മുറാജഅ ചെയ്തുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ദർസ് കഴിഞ്ഞ് അടുത്ത ദർസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പഠിച്ചൊരു കഴിഞ്ഞ ദർസിലിരുന്ന 40% തിരിച്ചൊരു 10% മാത്രമേ ബാക്കിയുണ്ടാവും. എവിടെയോ കേട്ട പോലെ പല കാര്യങ്ങളും നമ്മൾ ആവർത്തനമായിരിക്കും. ഈ തഫ്സീർ പഠനം എന്ന് പറയുമ്പോൾ ഈ തജ്വീദും എല്ലാം എന്താണ്? ആവർത്തനമായിരിക്കും. പഠിച്ചു തന്നെ വീണ്ടും ആവർത്തിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? എഴുതി വെക്കാൻ ശ്രമിക്കുക. കാരണം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് മറന്നുപോകും. ഒരു ഉപകാരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതെത്തും. ഇതുവരെ കേൾക്കാത്ത രൂപത്തിൽ പോലും എത്തുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം മുറാജഅ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത ദർസിലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. കാരണം ഈ വാക്ക് ഈ പറഞ്ഞ പോലെ സൂറത്ത് ദുഹാ ആകട്ടെ, ഷർഹ് ആകട്ടെ, സൂറത്തുൽ ഫാത്തിഹ, ഈ 3 സൂറത്തിന്റെ അർത്ഥം അറിയാതെ ഞാൻ പോകരുത് എന്നൊരു തീരുമാനം എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാക്കർത്ഥോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഇവിടൊക്കെ മാ വദ്ദഅക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാ വദ്ദഅക, ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ? അവിടെ ഇല്ല എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടിയ? മാ വന്ന. ഓക്കെ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തുകൊണ്ട് വാക്ക് അങ്ങനെ വന്നു? ഇതൊക്കെ ഈ അറബി പഠിക്കുന്ന ഒരാൾക്ക് ഖുർആന്റെ വാക്കർത്ഥം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലേ, മലപ്പുറത്തുള്ള ഒരു സഹോദരൻ 10-60 വയസ്സുണ്ട്. ഇദ്ദേഹം അറബി നിയമങ്ങൾ വെച്ച് പഠിച്ചല്ല, അറബിയിലെ ഖുർആനിലെ ഓരോ വാക്കർത്ഥം വെച്ച് പഠിച്ച് ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു അറബി വാചകം എടുത്തു കൊടുത്താൽ ഇദ്ദേഹം അർത്ഥം പറഞ്ഞുതരും. കാരണം ഖുർആനുമായിട്ട് വർഷങ്ങളായി സുബഹിക്ക് ശേഷം ബന്ധം വെച്ച് അങ്ങനെ ഖുർആനിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? അറബി പഠിക്കുക. അപ്പോ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ ഖുർആനുമായിട്ടൊരു ബന്ധം വെക്കുക. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സുഹൃത്താണ്. നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. ദുനിയാവില് വന്നിട്ട് ഏകദേശം 19 വർഷമായി, 60-70 വയസ്സായി, മരിക്കാനായി. എന്നിട്ടും ദുനിയാവിലെ ഏറ്റവും നല്ല കാര്യം രുചിക്കാതെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയ. ദുനിയാവിലെ ഏറ്റവും സുഖകരമായ, ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്, ഏറ്റവും ഇബാദത്തിലെ ഏറ്റവും പവിത്രമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. ഈ കലാമായ ഖുർആന്റെ അർത്ഥം അറിയാതെ നമ്മൾ മരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ദുനിയാവിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നിഅമത്താണ് എന്ത്? ഈ ഖുർആൻ എന്നുള്ളത്. വലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും. അള്ളാഹു നിങ്ങൾക്ക് ഒരു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഫീഹി ദിക്റുക്കും, മുഫസ്സിരിങ്ങൾ പറയുകയാണ് ഫീഹി ശറഫുക്കും, നിങ്ങളുടെ മഹിമ, നിങ്ങളുടെ അഭിമാനം അത് ഈ ഖുർആനിലാണ്. ആ ഒരു ഖുർആൻ ലഭിക്കാതെ പോകുന്ന ഒരു അവസ്ഥ. നമുക്ക് ഇന്ന് പഠിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. തഫ്സീർ പഠിക്കാനും നമ്മൾ ഖുർആൻ ജസ്റ്റ് മൊബൈൽ ഫോൺ നോക്കിയാൽ ആ ഖുർആനിൽ എന്തുണ്ട്? ഓരോ സൂറത്തിന്റെ അർത്ഥം, വാക്കർത്ഥം പഠിക്കുക. ഒരു ദിവസം ഖുർആനിലെ 3 വാക്ക് ഞാൻ പഠിക്കും എന്ന് തീരുമാനം എടുത്ത നമ്മളിപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും
അതിനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഖുർആന്റെ ആ ഒരു പ്രതിഫലം ഓതുന്ന പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അത് മാത്രമല്ല നമ്മൾ നമസ്കാരത്തിൽ തന്നെ നമുക്ക് ഒരു ലജ്ജത്ത് അള്ളാഹിനോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ പല ആളുകളും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം. ഇത് ഖുർആന്റെ അർത്ഥം അറിയാത്ത ആളുകൾ പറയുന്ന സംസാരമാണ്. പല ആളുകളും ഖുർആൻ ഓതിക്കഴിഞ്ഞ എനിക്ക് സമാധാനമാണെന്ന് അർത്ഥമറിയാത്ത ആളുകൾ പോലും ഈ സംസാരം പറയലുണ്ട്. എന്നാൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്താണ്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആൻ അവർ തദബ്ബുർ ചെയ്യുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, ഒറ്റാലോചിക്കുന്നില്ലേ എന്നാൽ അള്ളാഹു പറയുക. ഖുർആൻ ആലോചിച്ച് പഠിച്ച് ജീവിക്കുക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന വലിയൊരു നിഅമത്താണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഈ അറബി ഭാഷ പഠിക്കുക, ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഖുർആനാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആന്റെ അർത്ഥം പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ചുരുങ്ങിയത് ഈ ചെറിയ സൂറത്തുകളെങ്കിലും നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. وفقنا الله وإياكم وهذا والله تعالى أعلى وأعلم. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് ചെറിയ നോട്ട് ഞാൻ അയക്കാം.